ഷേഖ ഇലക്ഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ അവതരിപ്പിക്കുന്നത് നീറ്റ് റിപ്പീറ്റേഴ്സിൽ നിന്നും ഷഫ്ന, +2 വിദ്യാർത്ഥിനികളിൽ നിന്നും നിഹാല. പ്രധാന വാർത്തകൾ വിശദമായി. ലീഡ് പോൾ 2024 തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 9ഓളം പോസ്റ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. തീർത്തും ജനാധിപത്യ രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ആവേശ ഉജ്ജ്വലമായ പ്രചാരണ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഏകദേശം 200ഓളം വിദ്യാർത്ഥിനികൾ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി. ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിനായി വാഗ്ദാനങ്ങളും പ്രവർത്തനങ്ങളും വിവരിക്കുന്ന പോസ്റ്ററുകൾ ക്യാമ്പസിൽ പതിപ്പിച്ചതിനു പുറമെ സ്റ്റാറ്റസും റീൽസുമായി ഓൺലൈനിലും പ്രചാരണം തകൃതിയായി നടന്നു. ഷഫ്ന, ആരൊക്കെയാണ് ഇലക്ഷനിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്? നമുക്ക് 9 പോസ്റ്റുകളാണുള്ളത്. 9 പോസ്റ്റുകളിലായി ഏകദേശം 25ഓളം വിദ്യാർത്ഥികളാണ് മത്സരിച്ചിരിക്കുന്നത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഫിദാസിയും റിഷാനയും കൊമ്പുകോർത്തപ്പോൾ ഹെഡ് ഗേൾ സ്ഥാനത്ത് ഫിദ കാസർകോടും ഫാത്തിമ ബത്തുലുമാണ് ഏറ്റുമുട്ടിയത്. എന്നാൽ ജനറൽ കൺവീനർ പോസ്റ്റിലേക്ക് 4 പേരാണ് മത്സരിച്ചത്. ഫാത്തിമ ഷഹർബാനും ഷെയ്ഖയും ഫെമിനയും ഹഫ്സയും. ഈവന്റ് കോർഡിനേറ്ററിൽ വരുമ്പോൾ റിസ ചാലിൽ, ഫാത്തിമ അബൂബക്കർ അഹ്സൻ എന്നിവരാണ് അതിഗംഭീരമായ കാഴ്ച മുന്നോട്ട് വെച്ചത്. ലൈബ്രറി കോർഡിനേറ്റർ പൊസിഷനിലേക്ക് ഫാത്തിമ ഫലീലയും ഷിദയും മത്സരിച്ചപ്പോൾ ഫാത്തിമ സഫയും ഫാത്തിമ ഷിഹ്റയും ഡിസിപ്ലിനറി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മത്സരിച്ചു. സ്പോർട്സ് ക്യാപ്റ്റനിൽ വരുമ്പോൾ റൈഹാനത്ത്, ഉമ്മു സലമ എന്നിവരാണ് ഏറ്റുമുട്ടിയത്. അതേസമയത്ത് ഹൗലത് ബാബുവും ഹന അലിമയും സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് എന്ന പോസ്റ്റിലേക്ക് മത്സരിക്കുകയായിരുന്നു. അവസാനം എത്തുമ്പോൾ സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം എന്ന പോസ്റ്റിൽ നിദ ഫാത്തിമയും അസ്ലഹയുമായിരുന്നു ഗംഭീരമായ കാഴ്ചകൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഷേഖ ന്യൂസ് പുരോഗമിക്കുന്നു. ഇലക്ഷൻ കമ്മീഷണർ അഡ്വക്കേറ്റ് ഉബൈദ് സഖാഫി വോട്ടെടുപ്പ് നടപടികൾ സ്വീകരിച്ചു. ഇനി വോട്ടിന്റെ വാർത്തകളിലേക്ക്. ഷേഖയെ സംബന്ധിച്ച് ഈ ഒരു ഇലക്ഷൻ വളരെ നിർണായകമായിരുന്നു. ഏകദേശം 4ാം വർഷത്തിലേക്ക് കടക്കുന്ന ഷേഖയുടെ ഭരണം ഇനി ആരുടെ കയ്യിൽ? ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഒരാഴ്ചയായി ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ അഹോരാത്രം പ്രവർത്തിക്കുകയായിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥികൾ. ഓരോ വിദ്യാർത്ഥികളെയും പേഴ്സണലായി തന്നെ പോയി കണ്ടുകൊണ്ട് തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ അവർ ആവശ്യപ്പെട്ടു. മാത്രവുമല്ല, ഷേഖയിലേക്ക് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഓരോ പുരോഗമനങ്ങളെ കുറിച്ചും ദീർഘമായി അവർ സംസാരിച്ചു. അങ്ങനെ ജൂലൈ 8ാം തീയതി ഓരോരുത്തരും പോളിംഗ് ക്യാബിനിലേക്ക് എത്തുകയാണ്. ഏറ്റവും ശക്തമായൊരു വോട്ടിംഗ് നില തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഫലപ്രഖ്യാപന ദിവസവും നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുകയാണ് ഓരോ വിദ്യാർത്ഥികളും. നിഹാല, വാർത്തകൾ എന്താണ്? പുതുതായി എന്തെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടോ? അതെ ഷഫ്ന, നമുക്കിപ്പോ കിട്ടിയ വിവരം അനുസരിച്ച് ഫൈനൽ സ്റ്റാറ്റസിലേക്കാണ് വോട്ടിംഗ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 90% വിജയമായിരുന്നു, 90% കൗണ്ടിംഗ് ആയിരുന്നു. ഇപ്പോൾ 100% കൗണ്ടിങ്ങിലേക്ക് പിന്നിടുമ്പോൾ നമ്മളുടെ ഷേഖ ആര് വാഴും ഫൈനൽ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം ഷേഖയിൽ ആര് വാഴുമെന്ന്. അപ്പോൾ 100% കൗണ്ടിംഗ് പൂർത്തീകരിച്ച് റിസൾട്ട് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. അതിന്റെ ടെൻഷനിലാണ് ഞങ്ങളടക്കം ഓരോ വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥികളും ഇപ്പോൾ നിൽക്കുന്നത്. 100% കൗണ്ടിംഗ് കഴിയാതെ റിസൾട്ടിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ ഒരു റിസൾട്ടിനെ സംബന്ധിച്ച് എല്ലാവരും +1കാരായാലും +2കാരായാലും ഇഞ്ചോട് പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായ ഒരു കോമ്പറ്റീഷൻ ഷേഖയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും അധികം ഒരു വോട്ടിംഗ് പോളിംഗും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു വർഷമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോരോ തരം ഇതും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വന്നപ്പോൾ പോലും അതൊക്കെ വളരെ ഈസിയായി കൂളായി ഹാൻഡിൽ ചെയ്തവരാണ് നമ്മുടെ വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥികളൊക്കെ. ഒരുപാട് റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ആര് വാഴും ആര് വീഴും, പല രീതിയിലുള്ള ഇലക്ഷന്റെ ആ ഒരു ജനാധിപത്യ രീതിയെ തകിടം മറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാൻ ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ഉബൈദ് സഖാഫി സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ
സുതാര്യമായി ജനാധിപത്യ രീതിയിൽ തന്നെ നമ്മളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇലക്ഷന് ഒരു കളങ്കവും ഏൽക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാം അവസാനിച്ച് അതിന്റെ പരമോന്നത അവസ്ഥയിൽ റിസൾട്ട് ഏറ്റവും സുതാര്യമായി നടന്ന ഈ അതെ, ആ മൂർധന്യ അവസ്ഥയിൽ റിസൾട്ട് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. അതിന്റെ ടെൻഷനിലാണ് നമ്മൾ എനിക്കും സ്വപ്നയ്ക്കും ഉൾപ്പെടെ ടെൻഷനാണ്. നമുക്ക് പോലും അറിയാൻ പറ്റുന്നില്ല ആര് പാടുന്നു. ലാസ്റ്റ് ലീഡിങ് ആരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 90% റിസൾട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും അവസാന നിമിഷം ഒരു അട്ടിമറി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചില മേഖലയിൽ അത് നടന്നു എന്നൊരു വിവരം കൂടി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 100% കൗണ്ടിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വോട്ടിംഗ് നില ചില പോസ്റ്റുകളിലായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ച് തുടങ്ങാം. അത് തന്നെ നമുക്ക് പറയാനുള്ളത് ദ മോസ്റ്റ് എവൈറ്റഡ്, ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന ആ ഒരു പോസ്റ്റ് ഇവന്റ് കോർഡിനേറ്റർ പോസ്റ്റ് ആണ്. ഇവന്റ് കോർഡിനേറ്റർ പോസ്റ്റ് എന്നുള്ളൊരു ഡയലോഗായിരുന്നു വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്നത് ഫാത്തിമ അബൂബക്കർ, അഹ്സന, റിസാച്ചാലിൽ 3 വിദ്യാർത്ഥികളും അതിശക്തമായ നിഹാല്, ഞാൻ ആ ഒരു ഇലക്ഷന്റെ സമയത്ത് ഇവരിൽ ആര് ജയിക്കുമെന്നുള്ള ഒരു ഉത്കണ്ഠ എന്നിൽ വളരെ നിറഞ്ഞു നിന്നിരുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 3 മത്സരാർത്ഥികളായിരുന്നു. നമ്മൾക്കും ഒരു ഡൗട്ട് ആയിരുന്നു ആർക്ക് എന്ത്. എന്നാലും ഇവന്റ് കോർഡിനേറ്റർ ഇപ്പോൾ 100% കൗണ്ടിങ്ങും കഴിഞ്ഞ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റിസൾട്ട് ഏകദേശം പുറത്തു വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. 3 പേര് പോരാട്ടവും മികച്ചത് തന്നെയായിരുന്നു. 3 പേരുടെ വാഗ്ദാനങ്ങളും അവർ എന്താ പറയാ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരെ നിങ്ങൾ കണ്ടറിഞ്ഞ് കാണുകയും തുറന്ന് കാണുകയും ആരായിരിക്കും വിജയി എന്നത് നമ്മൾ കൂടുതൽ ഇങ്ങനെ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. നമ്മൾ ഓരോ പോസ്റ്റുകളായിട്ട് നമ്മൾ ഇങ്ങനെ പറയാൻ പോവുകയാണ്. ഷഫ്ന എന്താണ് പറയാനുള്ളത്? ഇവന്റ് കോർഡിനേറ്റർ സ്ഥാനം നമുക്ക് +1 തന്നെ തുടങ്ങാം. അർച്ചന ഉണ്ടായിരുന്നു. അർച്ചനയുടെ ഇപ്പോഴത്തെ വോട്ട് നില ഏറ്റവും അവസാനത്തെ ഫൈനൽ വോട്ട് നില 7 വോട്ടിൽ നിൽക്കുകയാണ് അർച്ചന. രണ്ടാമതായി +1 നിന്ന് ഉണ്ടായിരുന്നത് ഫാത്തിമ അബൂബക്കർ ആയിരുന്നു. ഫാത്തിമ അബൂബക്കർ വിജയിക്കുമോ? എന്താണ് തോന്നുന്നത്? നിഹാല പറയൂ. ഫാത്തിമ അബൂബക്കറും റിസാച്ചാലിലുമാണ് നല്ലൊരു കോമ്പറ്റീഷൻ കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേരും നല്ല ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റിസാച്ചാലിൽ കുറവാണോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? അതെ അബൂബക്കർ മുന്നേറുമെന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾക്ക് പോലും റിസൾട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല ആര് ജയിക്കും. നമ്മള് ഷോക്കായിരിക്കുകയാണ്. ഈ ഒരു റിസൾട്ട് നമ്മളെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. അബൂബക്കർ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലീഡിങ്ങിൽ. പ്രതീക്ഷക്ക് വിപരീതമായാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് സസ്പെൻസ് ബ്രേക്ക് ചെയ്യാമല്ലേ? ഇവന്റ് കോർഡിനേറ്റർ ഷെയ്ഖയുടെ 2024-25 അക്കാദമിക വർഷത്തെ 2024 ആരുടെ കയ്യിൽ ഇവന്റുകൾ, ഇവിടെ നടക്കാൻ പോകുന്ന ഓരോ ഇവന്റുകളും ആര്? റിസാച്ചാലിലാണോ ഫാത്തിമ അബൂബക്കർ ആണോ? അപ്പൊ നമുക്ക് പ്രഖ്യാപിക്കാം അല്ലെ? നിങ്ങൾ കാത്തിരുന്ന ആ ഇവന്റ് കോർഡിനേറ്റർ ഓഫ് ഷെയ്ഖ് ഫോർ ദ ഇയർ 2024-25 റിസാച്ചാലിൽ 81 വോട്ട് നേടിയിരിക്കുന്നു. 52 വോട്ടിന്റെ ലീഡാണ് റിസാച്ചാലിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. റിസാച്ചാലിൽ അതിഗംഭീര വോട്ടോടുകൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫാത്തിമ അബൂബക്കറിനെ പറയാനായാലും അവർ നല്ല രീതിയിലാണ് പരിശ്രമിച്ചത്. നമ്മൾ മത്സരിക്കുന്നതിലാണ് കാര്യം. നമ്മൾ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതിലുള്ള കാര്യം. പിന്നെ ഇത് റിസാച്ചാലിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ച് മുന്നേറി വിജയിച്ചിരിക്കുന്നത്. അതിഗംഭീരമായ ഒരു കാഴ്ചപ്പാടാണ്. 81 വോട്ടുകളോടുകൂടിയാണ് റിസാച്ചാൽ വിജയിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. ശേഷം ഇടവേള. അടുത്ത റിസൾട്ട് നമ്മൾ ഇടവേളയ്ക്ക് ശേഷം പറയുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുക. ഇഞ്ചോടിഞ്ച് പോരാട്ടവും ഇഞ്ചോടിഞ്ച് റിസൾട്ട് കൗണ്ടിങ്ങുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലീഡ് ചെയ്യുന്നവരൊന്നും പിന്നെ ജയിക്കണമെന്നില്ല. ഇപ്പോൾ പിന്നീട് നിൽക്കുന്നവർ ലീഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണുക.
അതേ ഷെയ്ക്കയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്റ്റാഫ് അംഗങ്ങളെ, നമ്മുടെ റിസൾട്ട് 100% കൗണ്ടിംഗ് കഴിഞ്ഞ് റിസൾട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവന്റ് കോർഡിനേറ്റർ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. റിസർച്ച് ചാനൽ മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ റിസർച്ച് ചാനലിനോട് നമുക്ക് പറയാനുള്ളത്, വാഗ്ദാനങ്ങൾ മറക്കരുത്. ഇവിടെ നടക്കാൻ പോകുന്ന ഓരോ ഇവന്റും അതിന്റെ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ തന്നെ റിസ നടത്തുമെന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 100% വിജയം, അതായിരുന്നു റിസയുടെ വാഗ്ദാനം. റിസ ചുമരുകളിൽ എല്ലാം ഒട്ടിച്ചെഴുതിയത് അതായിരുന്നു. അപ്പോൾ തന്നെ അവളുടെ മനസ്സിലും തലവരയിലും അവൾക്ക് ഉണ്ടായിരുന്നു ആ പേര്. ഇവന്റ് കോർഡിനേറ്റർ റിസ ചാലിൽ. ഫാത്തിമ അബൂബക്കറും നല്ല രീതിയിൽ മത്സരിച്ചു. പിന്നെ നമ്മൾ തോൽവിയിലും വിജയത്തിലും ഒന്നല്ല കാര്യം, നമ്മൾ അതിൽ മത്സരിച്ചു, അതിലാണ് കാര്യം, അല്ലേ ഷഫ്ന? അതെ അതെ, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. റിസ സാലിൽ വളരെ എന്താ പറയാ, ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു എതിരാളിയാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഫാത്തിമ അവളുടെ ഏറ്റവും നിറഞ്ഞ കോൺഫിഡൻസോടുകൂടി തോറ്റാലും പ്രശ്നമില്ല, ജയിച്ചാലും പ്രശ്നമില്ല എന്ന ഒരു രീതിയിൽ മത്സരത്തിലേക്ക് മുന്നോട്ട് വന്നു. ഫാത്തിമ അബൂബക്കറിനോട് ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അഫ്സനെയും നല്ല രീതിയിലാണ് അവള് കോർഡിനേറ്റ് ചെയ്തത്. നല്ല രീതിയിൽ വോട്ടെല്ലാം എല്ലാവരോടും ചോദിച്ചു. അതുപോലെ തന്നെ റിസയുടെ അത് അവസാനത്തെ വിധിയാണ്. പക്ഷെ പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് റിസയുടെ ചിരിമതി, ചിരിക്കാറ് വോട്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. റിസയുടെ കണ്ണാടിയിട്ടുള്ള ഒരു ഇരുത്തവും നടത്തവും ഒക്കെയാണ് റിസയുടെ തലവര അവസാനമായിട്ട് എത്തിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഫെയർവെൽ നടന്നിരുന്നു, അതിനെല്ലാം അവൾ ഫുഡ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അത് കൃത്യമായിട്ടാണ് അവളെല്ലാം ചെയ്തത്. അതിനുള്ള കേപ്പബിലിറ്റിയോടെയാണ് റിസ ചാനൽ ഇവിടെ ഇവന്റ് കോർഡിനേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഷഫ്ന, ഇനി ആരെ കുറിച്ചാണ് പറയാനുള്ളത്? ഇവിടെ നമ്മുടെ 100% റിസൾട്ടുകളും വന്ന് ഇരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. നമുക്ക് എന്താ പറയാ, ഇനി ഓരോരോ പോസ്റ്റും അവരെ ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങളും ഇങ്ങനെ ആകാംക്ഷാഭരിതരായി നിൽക്കുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന സംഭവമാണ് നമ്മളിപ്പോ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് അവസാനമായി കിട്ടിയിരിക്കുന്നത് സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം. അതിലേക്കുള്ള എഡിറ്റർ മലയാളം എന്ന തലത്തിൽ നിത ഫാത്തിമ +2, അസ്ലഹ +1 എന്നിവരാണ് മത്സരിച്ചത്. അവരുടെ വിധി എന്തുവാണെന്ന് തുറന്ന് കാണുക സുഹൃത്തുക്കളെ, തുറന്ന് കാണുക. നമ്മൾ ആര് ലീഡൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവസാനത്തെ വിധി എന്താവും നമുക്കൊരു പ്രതീക്ഷയില്ല. കാര്യം നമ്മൾ ലീഡ് കൊണ്ടൊന്ന് അവസാനമായിരിക്കും അവരുടെ വിധി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ നിത ഫാത്തിമയാണോ അസ്ലഹയാണോ മുന്നിടുന്നത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. ഷഫ്ന, എന്താണ് ഇപ്പൊ കിട്ടിയ വിവരം? നമ്മളെ സംബന്ധിച്ച് അസ്ലഹയുടെ പ്രചാരണ രീതി നമ്മൾ കണ്ടതാണ്. അസ്ലഹ മുഴുവൻ വിദ്യാർത്ഥികളെയും നേരിട്ട് പോയി കണ്ടുകൊണ്ട് പിന്നെ വോട്ടിന്റെ ഏറ്റവും എന്താ പറയാ, ഏറ്റവും സുതാര്യമായിക്കൊണ്ട് ഏറ്റവും തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരെയും കണ്ടുകൊണ്ടാണ് അസ്ലഹ തന്റെ പ്രചാരണം നടത്തിയത്. അതേസമയം നിത ഫാത്തിമയുടെ പ്രചാരണ രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു തികഞ്ഞൊരു ആത്മവിശ്വാസമായിരുന്നു. നിത ഫാത്തിമയെ സംബന്ധിച്ച് താൻ തന്നെ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നിത ഫാത്തിമ നമ്മളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നടന്നുകൊണ്ടിരിക്കാൻ എത്ര വോട്ടിനാണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ലീഡ് ചെയ്യുന്ന അസ്ലഹയാണെന്ന് തോന്നുന്നു. അസ്ലഹ 90 വോട്ടിൽ ലീഡ് ചെയ്യുകയാണോ ഒരു ഡൗട്ട് ഉണ്ട്. അതോ നിത ഫാത്തിമയാണോ ഒന്നും അറിയാൻ വയ്യ. നിത ഫാത്തിമ എഡിറ്റിംഗ് ദ ഗ്യാപ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ എന്നുള്ള ഒരു തലവരെയായിരുന്നു ഒരു ഹെഡിങ് ആയിരുന്നു അവർ നൽകിയത്. അതുകൊണ്ട് എന്താകും വിധി എന്നൊന്നും അറിയില്ല. പ്രേക്ഷകരാണ് തിരഞ്ഞെടുത്തത്. റിപ്പീറ്റേഴ്സ് +2, +1 വിദ്യാർത്ഥികൾക്ക് എന്താണ് മനസ്സിൽ തോന്നിയതെന്ന് നമുക്കറിയില്ല. അപ്പോ വോട്ടിങ്ങിലൂടെ നമുക്ക് നോക്കാം. പ്രേക്ഷകരെ അധികം കാത്തു നിൽപ്പിക്കുന്നു, മുഴുവനയിൽ നിൽപ്പിക്കുന്നു എന്ന് തോന്നരുത്. ഇത് വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടയിൽ ഒരു നൂൽപ്പാലത്തുമല്ലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കൗണ്ടിംഗ് നില ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും ഇതാ സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം ഫൈനൽ സ്റ്റാറ്റസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷെയ്ഖയുടെ എഡിറ്റിംഗ്, ഷെയ്ഖയുടെ മലയാളം, ഷെയ്ഖയുടെ സാഹിത്യം, ഷെയ്ഖയുടെ കവിത, കഥ തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് ആര് വരുമെന്നതിന് തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നെഞ്ചെടുപ്പോടെ കൂടെ നിങ്ങൾ ഇത് കാണണം. ലാസ്റ്റ് റിസൾട്ട് എത്തിയിരിക്കുകയാണ്. ഷഫ്ന, നിനക്ക് ആകാംക്ഷയുണ്ട്? ഓഫ്കോഴ്സ് ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, നിതയുടെ ആത്മവിശ്വാസവും അസ്ലഹയുടെ പ്രവർത്തന രീതിയും അവര് എന്താ പറയാ, റിസൾട്ട് പ്രഖ്യാപിച്ചത് മുതൽ ഒരു ഉറക്കമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ വോട്ട് ചോയ്പിന്റെ ആ ഒരു ആത്മാർത്ഥതയായിരുന്നു നമ്മൾ കണ്ടു നിന്ന് പോകും സുഹൃത്തുക്കളെ. കറക്റ്റ് ഒരു സ്ഥാനാർത്ഥി
തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ അത് ഒരു ക്യാമ്പസിനുള്ളിലായാലും അവരത് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് നമ്മുടെ ഈ MLA MP തെരഞ്ഞെടുപ്പ് പോലെ തന്നെയായിരുന്നു എനിക്കും തോന്നിയത് ഇവിടെ. അപ്പൊ നമുക്കിപ്പോ ഇലക്ഷന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി. കൂടുതൽ രാഷ്ട്രീയം അറിയാത്തവർക്ക് ഏകദേശം രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ വോട്ട് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. 2024 വോട്ട് ഗംഭീരമായിരുന്നു, ഭയങ്കര വോട്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വോട്ടിന് വളരെ മികച്ചൊരു പോളിംഗ് തന്നെയാണ് ഇവിടെ നടന്നത്. അപ്പൊ നമുക്ക് പ്രഖ്യാപിക്കാം. ഫലപ്രഖ്യാപനത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം 2024 ഷെയ്ഖയിലെ സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം നിത ഫാത്തിമ. നിത 90 വോട്ടോട് കൂടെ നിത 27 വോട്ടോടെ ഉണ്ടായിരുന്നു. 63 വോട്ടിന്റെ ലീഡാണ് നിത കാഴ്ചവെച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അവളാണ് ഇനി സാഹിത്യം നിർണ്ണയിക്കുന്നത്. ഷെയ്ഖയുടെ സാഹിത്യം ഈവൻ കോർഡിനേറ്റർ പ്രിൻസിപ്പലോ അങ്ങനെ പരിപാടികളിലൂടെ നമുക്ക് നേതൃത്വം നയിക്കാനായി റിസ വന്നു. ഇപ്പൊ സ്റ്റുഡന്റ് എഡിറ്റർ മലയാളമായി നിതയും വന്നിരിക്കുന്നു. 2 റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഫൈനൽ സ്റ്റാറ്റസ്. അപ്പോൾ അസ്ലഹ എന്ന് പറഞ്ഞ കുട്ടി 27 വോട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിത ഫാത്തിമ ഫൈനൽ സ്റ്റാറ്റസിലായി 90 വോട്ട്. 63 വോട്ടിലാണ് ലീഡ് ചെയ്യുന്നത്. അസ്ലഹയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വോട്ട് ചോദിച്ചു, എല്ലാവരോടും വോട്ട് ചോദിച്ചു. പക്ഷെ പ്രഖ്യാപനം അത് നമുക്ക് വിധി നമ്മൾക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ഇവൻ കോർഡിനേറ്റർ ആയാലും സ്റ്റുഡന്റ് എഡിറ്റർ മലയാളമായാലും രണ്ടും ഇപ്പൊ +2 മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിയുന്നത്. രണ്ടിലും റിസ സാലിം, നിത ഫാത്തിമ രണ്ടും നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുക, അടുത്ത റിസൾട്ടിനായി കാത്തിരിക്കുക. ഇടവേള, ഷോർട്ട് ബ്രേക്ക്. ജനറൽ ഷെയ്ഖയുടെ ഇലക്ഷൻ ഏകദേശം അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ 3rd കാറ്റഗറിയുടെ റിസൾട്ട് ഏകദേശം പുറത്തു വന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. പണ്ടാരോ പറഞ്ഞത് നമുക്കറിയാം, എന്താണ്? എ സൗണ്ട് മൈൻഡ് റിമൈൻസ് ഇൻ എ സൗണ്ട് ബോഡി എന്നാണ്. ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിനും കായികക്ഷമതയുള്ള ഒരു ശരീരം നമുക്ക് വേണമെന്നുള്ളതാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന മെസ്സേജ് നൽകിക്കൊണ്ട് സ്പോർട്സ് ക്യാപ്റ്റന്റെ വിധിയാണ് പുറത്തു വരാൻ തോന്നുന്നു. ഇപ്പൊ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കാൻ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് അറിയില്ല. ഉമ്മുസലമ വീഴുമോ അതോ റൈഹാന വാഴുമോ, അതോ റൈഹാന വീഴുമോ ഉമ്മുസലമ വാഴുമോ?
റെയ്ഹാനയോട് നമ്മുടെ ഇലക്ഷൻ പ്രചാരണ സമയത്ത് നമ്മൾ സമീപിക്കുകയുണ്ടായി, ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായിരുന്നു. എന്താണ് റെയ്ഹാനത്ത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയുണ്ടായിരുന്നു. റെയ്ഹാന പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മുടെ കുട്ടികളിലെ അവരുടെ കായികക്ഷമത ഏറ്റവും വർദ്ധിപ്പിച്ചെടുക്കുക, പിന്നെ അഥവാ അവരെ ഒരു എന്താ പറയാ മികച്ച രീതിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഒരു കായികമായി അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നായിരുന്നു റെയ്ഹാനത്ത് പറഞ്ഞത്. എന്തെല്ലാം കളിസ്ഥാനം നിങ്ങൾ അതായത് ബാറ്റ് ഷട്ടിൽ ആയാലും സ്കിപ്പിംഗ് ആയാലും എന്തായാലും കൊണ്ടുവരുന്നായിരുന്നു കാൻഡിഡേറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താവും നമുക്ക് കാണാം. ഇനി അവര് ജയിച്ചിട്ട് അവരെ എങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് കൺ തുറന്ന് കാണാം പ്രേക്ഷകരെ. അപ്പോൾ നിങ്ങൾ വോട്ടിങ്ങിനായിട്ട് കാത്തിരിക്കുമ്പോൾ നമുക്കും ഡൗട്ടാണ് ആര് ജയിക്കുമെന്ന്. ഒരു അതേ സമയത്ത് ഉമ്മു സൽമ ഇതേപോലെ തന്നെ കാര്യങ്ങളാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉമ്മു സൽമ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന അക്കാദമിക വർഷം ഷെയ്ഖയിൽ എന്തായാലും ഒരു സ്പോർട്സ് മത്സരം നടക്കും. അതിനെ ഏത് ഗ്രൗണ്ടിൽ വെച്ചാണ് സ്പോർട്സ് നടത്തണം എന്നത് പോലും ഉമ്മു സൽമയ്ക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ആൾ അത് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും വാഗ്ദാനങ്ങളും രണ്ടുപേരുടെയും ദീർഘവീക്ഷണവും ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഏറ്റവും ഉന്നതമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന വളരെ മികച്ച ഒരു എന്താ പറയാ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആര് ജയിക്കും ആര് തോൽക്കും എന്ന ആ ഒരു ഡൗട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. 100% കൗണ്ടിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം റിസൾട്ട് നമ്മുടെ കയ്യിൽ എത്തിക്കുകയാണ്. ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു റൈഹാനയുടേത്. അതേപോലെ തന്നെ ഉമ്മു സലാമ നല്ലൊരു മാറ്റം കാഴ്ചവെക്കുമെന്നാണ് പറഞ്ഞത്. സ്പോർട്സ് ക്യാപ്റ്റനായിട്ട് എന്നെ തെരഞ്ഞെടുക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ആരോഗ്യം തന്നെ എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള മൈൻഡും എല്ലാം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമുക്ക് കണ്ടറിഞ്ഞ് നോക്കാം അല്ലേ സ്വപ്ന? അതെ, സ്പോർട്സ് ക്യാപ്റ്റൻ ഇവിടെ നമുക്ക് അവരുടെ ചിഹ്നങ്ങൾ തന്നെ വളരെ ആകർഷണീയമായിരുന്നു. അവര് കൊണ്ടുവന്ന സിമ്പിൾ തന്നെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ശുഭപ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. 100% വിജയമായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഫീൽഡ് ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. അതിന് റൈഹാന ഇല്ലേ കൂടെ എന്നായിരുന്നു റൈഹാനയുടെ വാഗ്ദാനം. റൈഹാന ഉണ്ടെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ എന്ത് സ്പോർട്സ് അങ്ങനെയൊക്കെ പറയുമ്പോഴും റൈഹാനത്തിന്റെ ആത്മവിശ്വാസം അവിടെ കാണിക്കുന്നു നമുക്ക് അറിയില്ല. കാരണം നമ്മള് ഒരു റിസൾട്ട് ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോൾ വളരെ സുതാര്യമായ ജനാധിപത്യ രീതിയിൽ നമ്മൾ നടത്തുന്ന ഒന്നാണ്. ഒരു വിദ്യാർത്ഥി തന്നിൽ ആത്മവിശ്വാസം അർപ്പിച്ചാൽ പോലും ജനങ്ങൾ ആ വിദ്യാർത്ഥികളെ ആത്മവിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ മനസ്സിലെ ആളിക്കത്തുന്ന തീ ആണ് തുച്ഛമായ നിമിഷം മാത്രം. നിങ്ങൾ നെഞ്ചെടുപ്പോടെ കേൾക്കാൻ തയ്യാറായി നിങ്ങൾ ഇത് കാണുക. ഞങ്ങൾ പറയാൻ പോവുകയാണ്. സ്പോർട്സ് ക്യാപ്റ്റൻ ദ റിസൾട്ട് ഈസ് ഗോയിങ് ടു ബി അനൗൺസ്. ഉമ്മുസലമ ലീഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. 97 വോട്ടിനാണ് ഉമ്മുസലമ ലീഡ് ചെയ്യുന്നതെന്ന് അങ്ങനെ ഒരു വാർത്ത നമ്മളിൽ എത്തിയിരുന്നു. പക്ഷെ അത് വ്യാജ വാർത്തയാണ്. അങ്ങനെ ആ ഒരു വാർത്തയെ നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഉമ്മസൽമയുടെ വോട്ട് നില 17 ആണ്. റൈഹാനത്ത് എന്തായെന്ന് അറിയില്ല അപ്പൊ നമുക്ക് പ്രഖ്യാപിക്കാം. സ്പോർട്സ് ക്യാപ്റ്റൻ ഓഫ് ഷെയ്ഖ 2024 സ്പോർട്സ് ക്യാപ്റ്റൻ ഈസ് റൈഹാനത്ത്. 100 വോട്ട് സെഞ്ചുറി തികച്ചിരിക്കുകയാണ് റൈഹാനത്ത്. 100 വോട്ടോടെ പിന്നിട്ടാണ് സുഹൃത്തുക്കളെ റൈഹാന 100 വോട്ടില് പിന്നിട്ട് അതിഗംഭീരമായ കാഴ്ച കണ്ടുവരികയാണ്. അവളുടെ കയ്യിലാണ് റൈഹാനത്തിന്റെ ആത്മവിശ്വാസം വെറുതെ ആയിട്ടില്ല. റൈഹാനത്തിന്റെ ആത്മവിശ്വാസം ജയിച്ചിരിക്കുന്നു. 83 വോട്ടിന്റെ ലീഡാണ് റൈഹാനത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു ഭൂരിപക്ഷം തന്നെയാണത്. മറ്റൊരു പോസ്റ്റിലും നമുക്ക് അത്തരത്തിലൊരു ഭൂരിപക്ഷം കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല വോട്ട് നില പോലും മറ്റെല്ലാവരെയും 100-ൽ താഴെയാണ് വോട്ട് നില കാണാൻ കഴിയുന്നത്. എന്നാൽ റൈഹാനത്ത് സെഞ്ചുറി തികച്ചിരിക്കുകയാണ്. 100 വോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് റൈഹാനത്ത്. സെഞ്ചുറി തികച്ചിരിക്കുന്നു റൈഹാനത്ത് പ്രത്യേക അഭിനന്ദനങ്ങൾ. റൈഹാനത്തിന്റെ വാഗ്ദാനങ്ങൾ മറക്കാതിരിക്കുക. നമ്മുടെ സ്പോർട്സ് ആയാലും കായികമായാലും ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. ഷെയ്ഖയിലെ ഇനി കായികമായി വളരട്ടെ, മനസ്സും വളരട്ടെ, ആരോഗ്യമായ മനസ്സാകട്ടെ ഇനി ഷെയ്ഖയുടേത്. അപ്പൊ റൈഹാനത്ത് അഭിനന്ദനങ്ങൾ. ഉമ്മുസൽമയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഉമ്മുസൽമയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് നൽകുന്നു ഉമ്മുസലമ. അപ്പൊ നമ്മുടെ അടുത്ത റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രേക്ഷകർ ഓരോരുത്തരും ആകാംക്ഷയായി ഇരിക്കുകയാണ്. പിന്നെ ആകാംക്ഷയായിട്ടിരിക്കുക. ഓരോ അവസാന നിമിഷം വരും. അവസാന നിമിഷം
നിമിഷം, വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം പോലും റിസൾട്ട് മാറി മറിയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക. സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ വരുന്നതായിരിക്കും. ഇപ്പൊ കിട്ടിയ വാർത്ത അനുസരിച്ച് +2 തന്നെയാണ് മുന്നിലെന്നാണ് ഇപ്പൊ റിസ ജയിച്ചിരിക്കുന്നു, നിത ജയിച്ചിരിക്കുന്നു, റിഹാനത്ത് ജയിച്ചിരിക്കുന്നു. +1 and +2 3 +2 നിന്നാണുള്ളത്. ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. അവര് എല്ലാ പോസ്റ്റുകളിലുള്ളവരും നല്ല വോട്ടിംഗ് ആണ് ചോദിച്ചത്. നല്ല വോട്ടും അവരുടെ വാഗ്ദാനങ്ങളും എല്ലാം അതിഗംഭീരമായിരുന്നു. അത് തെരഞ്ഞെടുത്താണ് പ്രേക്ഷകർ വോട്ട് നൽകിയിരിക്കുന്നത്. അതിഗംഭീര ഭൂരിപക്ഷത്തോടെയാണ് റൈഹാനത്ത് മുന്നേറിയത്. റൈഹാനത്തിന്റെ വിജയം ഏറെ പ്രശംസനീയമാണ്. 100 വോട്ടുകളാണ്, അഥവാ സെഞ്ചുറി തികച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മറ്റൊരു പോസ്റ്റില് നമുക്ക് ഇത്തരത്തിലുള്ള വിജയം കാണാൻ കഴിയുന്നില്ല. ഫാത്തിമ 90 ആകുമ്പോഴും ഇവന്റ് കോർഡിനേറ്റർ റിസർച്ച് ചാനൽ 81 ആകുമ്പോഴും റൈഹാനത്ത് 100-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വോട്ട് കിട്ടിയത് എതിർ സ്ഥാനാർത്ഥിയുടെ പിന്നെ ശേഷിക്കുറവാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിഹാല നിനക്ക് പറയാനുള്ളത്? എന്തുവാ, റൈഹാനത്ത് എന്ന് പറഞ്ഞാൽ നല്ല വോട്ട് ചോദിച്ച് നല്ല കായികമായിട്ടും സ്പോർട്സിലായാലും നല്ല ആ ഒരു വിമർശനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയും. ഒരിക്കലും എതിർ സ്ഥാനാർത്ഥിയുടെ ദുർബലമല്ല വിജയിച്ച ആളുടെ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പ്രേക്ഷകരാണ്. നമ്മൾ ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ പ്രേക്ഷക വിധിയാണ് നമ്മൾ കാണുന്ന പ്രേക്ഷക വിധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി റിസൾട്ട് ഇടവേളയ്ക്ക് ശേഷം പറയുന്നതായിരിക്കും. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. കീപ് യുവർ ബ്രെത്ത് ഓൺ. ലേക്ക് സ്വാഗതം. തിരിച്ചു വരിക. നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നു. റിസൾട്ടുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്റ് കോർഡിനേറ്റർ നമ്മൾ പ്രഖ്യാപിച്ചു, സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം പ്രഖ്യാപിച്ചു, സ്പോർട്സ് ക്യാപ്റ്റനും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയും നമ്മുടെ ഇടയിൽ 6 പോസ്റ്റുകൾ ബാക്കി. 6 പോസ്റ്റിന്റെയും റിസൾട്ടുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ. അതെ, നമ്മുടെ കാണാൻ കഴിയുന്ന സാഹചര്യം തന്നെ അതാണ്. 90% വോട്ടിംഗ് നില നമ്മൾ കൗണ്ട് ചെയ്ത് 100%-ത്തിലേക്ക് എത്തുമ്പോൾ ഒരു അട്ടിമറി വിജയമാണ് നടന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്താ നമ്മൾ കോമ്പറ്റേറ്റീവ് നടന്നുകൊണ്ടിരുന്ന ഫാത്തിമ അബൂബക്കർ, അതുപോലെ തന്നെ ഫാത്തിമ അബൂബക്കർ ലീഡ് ചെയ്ത 90% വോട്ടിംഗിൽ ഇപ്പോൾ അത് ഭയങ്കര അട്ടിമറിയായിട്ട് റിസാർട്ട് ചാനലിൽ അത്തരത്തിലൊരു മുന്നേറ്റം തന്നെയാണ് ബാക്കി പോസ്റ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മുടെ വോട്ടിംഗ് നില 100% എത്തിയിരിക്കുന്നു. ഏകദേശം എല്ലാം റെഡി ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഡിസിപ്ലിനറി ക്യാപ്റ്റന്റെ റിസൾട്ട് പുറത്തു വന്ന ഒരു സാഹചര്യമാണ്. അച്ചടക്കം ഞാറ് കഴിയും, സ്പോർട്സ്, എഡിറ്റർ, ഇവന്റ് ഇതെല്ലാം നിർണയിച്ചു. ഇനി ഡിസിപ്ലിൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിസിപ്ലിനറി ക്യാപ്റ്റനായിട്ട് ആരാണ്? അതെ, ഡിസിപ്ലിനറി ക്യാപ്റ്റന്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ഫാത്തിമ സഫ്വയും ഫാത്തിമ ഷെറി. 2 പേരും അവരുടെ ഏറ്റവും മികച്ച പ്രചാരണ രീതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. 2 നിലകളിലായി മാറി മാറി അവർ കയറിക്കൊണ്ട് വിദ്യാർത്ഥികളെ പേഴ്സണലായി കണ്ടുകൊണ്ട് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ അവർ മത്സരം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സഫയും ഷെറിയും അവർ 2 പേരും തന്നെ എന്താ പറയാ, വിദ്യാർത്ഥികളുടെ ഇടയിൽ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ആർക്ക് വോട്ട് കൊടുക്കണം എന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു. വോട്ടിങ്ങും
സഫുവയുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജൂലൈ 8-ന് ശേഷം. സഫുവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സിഹിറയ്ക്ക് തന്നെ ഉള്ളതാണ്, സിഹിറയ്ക്ക് തന്നെ ഉള്ളതാണ്, സിഹിറയ്ക്കും ഉണ്ടായിരുന്നു സഫുവ ജയിക്കും, സഫുവ ജയിക്കും. അല്ല, സഫുവ പറഞ്ഞ ആ ഒരു സംഭവം ഏകദേശം ഫലവത്താവുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. സഫുവ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെഹ്റയിൽ ഒരു മുന്നേറ്റം നമുക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട്. സിഹിറ ഏകദേശം ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് പിന്നെ ഇനി ഈ വർഷത്തെ ഡിസിപ്ലിനറി ക്യാപ്റ്റനായി സിഹിറ മാറുമോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഫലപ്രഖ്യാപനത്തിലേക്ക് പോകാം. ഡിസിപ്ലിനറി ക്യാപ്റ്റൻ, നമുക്കറിയാം ഡിസിപ്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് തന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് അച്ചടക്കം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടായാലും കുറെ ബുക്ക് വായിച്ചിട്ട് അങ്ങനെയൊന്നും ഒരു മനുഷ്യനായിരിക്കാം, ഒരു പേഴ്സണാലിറ്റി അത് നിർണ്ണയിക്കുന്ന നമ്മുടെ വിജയത്തിൽ എന്ത് വിജയം നമുക്ക് വേണമെങ്കിലും നമ്മൾ ആദ്യം അച്ചടക്കമുള്ള ഒരു മനുഷ്യനാവണം. ശേഖര വിദ്യാർത്ഥികളിലെ അച്ചടക്കം ബോധവും മൂല്യവും ഉണ്ടാക്കിയെടുക്കുക. ആരാകും അതിന്റെ നേതാവ്, ഡിസിപ്ലിന്റെ നേതാവ് ആരാകും എന്ന് കണ്ടറിഞ്ഞ് കാണാം. ഷഫ്ന, ആർ യു എക്സൈറ്റഡ്? ഓഫ് കോഴ്സ് ഐ ആം എക്സൈറ്റഡ്. നമ്മളപ്പോ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഡിസിപ്ലിനറി ക്യാപ്റ്റൻ ഓഫ് ഷേഖ for the year 2024. It is ഫാത്തിമ സഫുവ. 99 വോട്ടുകളോടെ സഫുവ ലീഡ് ചെയ്ത് വോട്ട് ഇതായിരിക്കുകയാണ്. അതും സഫുവയ്ക്ക് തന്നെയാണ്. സിഹിറ 18 വോട്ടിൽ പിന്നീടാണ് ലീഡിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ 81 വോട്ടിലാണ് സഫുവ ലീഡ് ചെയ്തിരിക്കുന്നത്. 99 വോട്ട്. ഒരു വോട്ടും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സഫുവ സെഞ്ചുറി തികക്കുമായിരുന്നു. അതെ അതെ. എങ്കിലും മികച്ച ഒരു റെയ്ഹാനത്തിനെ പറഞ്ഞ പോലെ റെയ്ഹാനത്ത് 100% വോട്ടുകളിലൂടെയാണ് പിന്നിട്ടത്. അതുപോലെ തന്നെ സഫുവ 99 വോട്ടുകളിലൂടെയാണ്. പക്ഷെ സെഞ്ചുറിയുടെ അടുത്ത് വന്നിരിക്കുന്ന സഫുവ മികച്ചൊരു വിജയം തന്നെയാണ്. ഷേഖിലെ വിദ്യാർത്ഥികളുടെ അച്ചടക്കം രൂപീകരിക്കുന്നത് സഫുവയാണ്. സഫുവ അഭിനന്ദനങ്ങൾ. അതേസമയത്ത് സിഹിറയും ഏറ്റവും മികച്ച കാഴ്ച തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചോദിക്കുന്നതിനാലും നല്ലൊരു പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞത്. സിഹിറ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച, അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ നൽകി. സഫുവ കോൺഫിഡൻസ് ലെവൽ കുറച്ച് താഴ്ന്നു പോകുന്നെങ്കിലും അവള് കോൺഫിഡൻസ് ഇപ്പൊ മുന്നേറ്റിക്കൊണ്ടാണ് അവള് പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ്. അച്ചടക്കം ഇനി അവളുടെ കയ്യിലെന്നുള്ളൊരു പദവിയിൽ യൂണിഫോമിറ്റി ആയാലും ഡിസിപ്ലിൻ ആയാലും ഷോൾ റോളിംഗ് ആയാലും ഇനി അതെല്ലാം സഫുവയുടെ കയ്യിൽ. അല്ലേ സ്വപ്ന? അതെ അതെ, നമ്മൾ വളരെ വലിയ മെസ്സേജാണ് നൽകുന്നത്. നമ്മൾ കാണുന്നതൊന്നുമല്ല, അവസാന നിമിഷവും ജയിക്കാനുള്ള ആ ഒരു ഇത് നമ്മളൊരു മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷെ തോൽവിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കാം, എങ്കിലും വിജയം നമ്മളെ തേടി വരുമെന്നാണ് സഫുവ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. 8-ന് നടന്ന വോട്ടെടുപ്പ് പിറ്റേന്ന് തന്നെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കാത്തിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും ആകാംക്ഷയോടുകൂടി 10 വരെ കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ നില ഇങ്ങനെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡിസിപ്ലിനറി, ഇവന്റ് കോർഡിനേറ്റർ, സ്പോർട്സ് ക്യാപ്റ്റൻ, സ്റ്റുഡന്റ് എഡിറ്റർ, മലയാളം, 4 നിലയും നമ്മളിപ്പോ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 4 പോസ്റ്റിലും മികച്ച കാഴ്ച തന്നെയാണ് ഇവര് വെച്ചിരിക്കുന്നത്. 4 പേരും വിജയിച്ച സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി ഇനിയും 5 പോസ്റ്റുകൾ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. പ്രേക്ഷകരെ, നിങ്ങൾ ഏറ്റവും എന്റെ മനസ്സ് നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. പോസ്റ്റുകൾ: ഹെഡ് ഗേൾ, ജനറൽ കൺവീനർ, ചെയർപേഴ്സൺ, സ്റ്റുഡന്റ് എഡിറ്റർ, ഇംഗ്ലീഷ് ലൈബ്രറി കോർഡിനേറ്റർ. 5 പോസ്റ്റുകളുടെ റിസൾട്ട് ഇനിയും വരാനിരിക്കുന്നുണ്ട്. അതെന്താവും, അതെ, റിസൾട്ട് എങ്ങനെയാവും, എന്താവും എന്ന് നമ്മളും ആകാംക്ഷയിലാണ്. ആകാംക്ഷ തന്നെ നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക. നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഷോർട്ട് ബ്രേക്ക്.
നോക്കാം. അപ്പൊ നമ്മള് ഷെയ്ഖ് ഇലക്ഷൻ ലിസ്റ്റിലേക്ക് തിരിച്ചു വരികയാണ്. 4 പോസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയും 5 പോസ്റ്റുകൾ പ്രഖ്യാപിക്കാനുണ്ട്. നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് വേഗം തന്നെ മുന്നോട്ട് പോകാം. പോസ്റ്റ് ആണ് സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ്. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഹൗലത് ബാബു ഉണ്ടായിരുന്നു, ഹനാലിമ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു. സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് പരമായിട്ട് സാഹിത്യപരമായി ആര് മുന്നോട്ട് വരുമെന്ന് നമ്മളിങ്ങനെ ഉറ്റുനോക്കുകയായിരുന്നു. ഹൗലത് ബാബു പ്ലസ് 2 ആണ്, ഹനാലിമ +1 വിദ്യാർത്ഥിനിയാണ്. രണ്ടുപേരുടെ മികച്ച പ്രകടനം തന്നെയായിരുന്നു. മികച്ച രീതിയിലുള്ള അതെ പ്രചാരണ രീതി നമ്മുടെ ഒരു ഇലക്ഷൻ കൗണ്ടിംഗ് വേളയിൽ ഒരു പക്ഷേ സമനിലയിലെത്തിയ 2 സ്ഥാനാർത്ഥികൾ അവര് മാത്രമാണ്. 50% കൗണ്ടിംഗ് നടന്ന സമയത്ത് ഹൗലത് ബാബു ഹനാലിമയും രണ്ടുപേരും 29 വോട്ട് നിലയിൽ സമനില നിർത്തിയിട്ടുണ്ടായിരുന്നു. അതെ 100%ത്തിലേക്ക് അത് എത്തുമ്പോ എന്താവും നില മാറി മറിയുമോ അറിയില്ല. നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്തായിരുന്നു. ക്യാപ്റ്റൻ പറയുന്ന പോലെ തന്നെ സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷിലെ ഹൗലത് ബാബുവിനും ഒരു കോൺഫിഡൻസിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അവൾ ജയിക്കുമോ അതോ ഹന ഹലിമ കൊണ്ടുപോകുമോ എന്ന്. അതേപോലെ ഹന ഹലിമയ്ക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ഡൗട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു രണ്ടും. അപ്പോൾ അതാണ് അത് നമുക്ക് ഈ ഒരു ഇലക്ഷന്റെ പിന്നെ മൊത്തത്തിൽ ആ ഒരു തരംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇലക്ഷന് മുന്നേ ഇവർക്കുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ആത്മവിശ്വാസമൊന്നും ഇലക്ഷന് ശേഷം ഇവരിൽ കാണാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം ഏറ്റവും പരമാവധിയിൽ നിർത്താം. റിസൾട്ട് പ്രഖ്യാപനത്തിന്റെ ഏതാനും നിമിഷങ്ങൾ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ കരയിലാണോ കടലിലാണോ അറിയാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കെ. പ്രേക്ഷകരെ നിങ്ങൾ ശാന്തരാകുകയും നമുക്ക് സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് എന്നുള്ള പദവിയിലെ ലീഡിംഗ് വോട്ടുകളിലേക്ക് പോകാം. ഷഫ്ന, എന്താണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം എന്ന് വെച്ചാൽ 100% കൗണ്ടിങ് കഴിഞ്ഞ ഒരു അവസ്ഥയാണ്. 100% കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ ഏകദേശം 140ഓളം വോട്ടുകൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് അറിയില്ല. എവിടെയൊക്കെ 69 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ പക്ഷെ ആ 69 വോട്ടിന്റെ ഭൂരിപക്ഷം ആർക്കാണെന്നുള്ളതാണ് നമ്മളുടെ സംശയം. ഹനാലിമയാണോ 69 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നത് അതോ ഹൗലത് ബാബു ആണോ 69 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നത്? നിങ്ങളൊരു ഊഹം പറയൂ. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? രണ്ടുപേരും HH എന്ന് തുടങ്ങുന്നത് കൊണ്ടായിരിക്കണം ഒരുപാട് സാമ്യതകൾ അവരുടെ വാഗ്ദാനങ്ങളിലായാലും പ്രവർത്തന രീതിയിലായാലും പ്രചാരണ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. കിച്ച് അകറ്റാൻ ഹൗലറ്റ് എന്നായിരുന്നു ഹൗലത്തിന്റെ വാഗ്ദാനം. എഡിറ്റർ ഇംഗ്ലീഷ് എന്നുള്ള പദവി ഇനി ആർക്കാകും? കിച്ച് ആർക്കാകും? കിക്സ് മുട്ടായി പോലെ ആകെ പോകുന്ന ആർക്കറിയാം അറിയത്തില്ല. ഇനി നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് ആ ഒരു സസ്പെൻസിലെ നമ്മുടെ അവസാന നിമിഷത്തിൽ എത്തി സസ്പെൻസ് ബ്രേക്ക് ആവാൻ പോവുകയാണ്. സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് 2024 ഷെയ്ഖയുടെ 2024 സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് മാഗസീൻസ് ആയാലും ബുക്സ് ആയാലും ഇനി എഡിറ്റ് ചെയ്യുന്നത് ഇനി ആരായിരിക്കും ഷെയ്ഖയുടെ? നമുക്കത് പ്രഖ്യാപിക്കാം. അതെ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് ഹൗലത് ബാബു ഉണ്ടായിരുന്നു, ഹനാലിമയും ഉണ്ടായിരുന്നു. ആരാണ് അതെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് ഹൗലത് ബാബു 88 വോട്ടോടുകൂടി ഹൗലത് ബാബു വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹനാലിമ 29 വോട്ടോടെ പിറകിലുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് 69 വോട്ടിന്റെ ലീഡാണ് ഹൗലത് ബാബു. അഭിനന്ദനങ്ങൾ. ഹനാലിമ വിജയവും പരാജയവുമല്ല, താങ്കൾക്കും അഭിനന്ദനങ്ങൾ. താങ്കൾക്ക് നല്ലൊരു ഇതായിരുന്നു കാഴ്ചവെച്ചത്. നല്ലൊരു സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷിനുള്ള വോട്ട് ചോദിക്കലായാലും അവർ തമ്മിൽ നല്ല പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഹൗലത് ബാബു മറ്റൊരു പോസ്റ്റിൽ നമുക്ക് കാണാത്ത തരത്തിലുള്ള ഒരു ഇതായിരുന്നു. മറ്റു പോസ്റ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം ഒരു വളരെ വിദ്വേഷ ചൊവ്വയോട് കൂടെയുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടായെങ്കിൽ പോലും സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഏറ്റവും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയുള്ള ബഹുമാനം ഏറ്റവും കൂടുതൽ കാണിച്ച 2 പേരായിരുന്നു ഹൗലത് ബാബുവും ഹനാലിമയും. അപ്പൊ സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് 4ാമത്തെ പോസ്റ്റിന്റെയും റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഹൗലത് ബാബു ആണ് ലീഡ് ചെയ്യുന്നത്. എഡിറ്റിംഗിലെ കിച്ച് അകറ്റാൻ ഹൗലത്ത് തന്നെ.
അങ്ങനെ ഷെയ്ഖയുടെ എഡിറ്റർ, സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം ഇംഗ്ലീഷ് എന്നുള്ള പോസ്റ്റിൽ ഹൗലത്ത് ബാബു ലീഡ് ചെയ്തു. 69 വോട്ടിനാണ് ഹൗലത്ത് ബാബു ലീഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 4 പോസ്റ്റുകൾ പറയാനുണ്ട്. സമയം അതിന്റെ ഏറ്റവും നിൽക്കുന്ന സമയമാണ്. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക, അധികാരങ്ങൾ നിൽക്കുന്ന സമയമാണ്. 4 പോസ്റ്റുകളും കൂടി നമുക്ക് പറയാനുണ്ട്. ഓരോ വിദ്യാർത്ഥികളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചെടുപ്പ് കൂടിക്കൂടി വരികയാണ്. കാണാം എല്ലാവരും ഇങ്ങനെ. അതെ, നമ്മുടെ പല സെന്ററുകളിൽ നിന്നായിട്ട് നമ്മൾ കൂട്ടുകട മാധ്യമ പ്രവർത്തകർ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ അവര് കാണിക്കുന്ന ഒരു ആകാംക്ഷയെ കുറിച്ചാണ്. അപ്പൊ എന്താണ് അടുത്ത പോസ്റ്റ് നമുക്ക് വന്നിരിക്കുകയാണ്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ലൈബ്രറി കോർഡിനേറ്റർ ആണ്. നമ്മളെ സംബന്ധിച്ച് ഷെയ്ഖയെ ഏറ്റവും മികച്ച ഒരു മൂല്യമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ലൈബ്രറി. ലൈബ്രറി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ലൈബ്രറി, ഈസി ഫെസിലിറ്റിയോട് കൂടിയുള്ള ഒരു ലൈബ്രറി, അനേക പുസ്തകങ്ങൾ ലഭ്യമാകുന്ന ഒരു ലൈബ്രറി, ക്ലാസ് റൂംസ്, അതുപോലെ തന്നെ ലൈബ്രറി നല്ലൊരു എന്താണ് ഫെസിലിറ്റി ആണുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാന്നുള്ളതാണ് ഷെയ്ഖയുടെ ലൈബ്രറിയെ സംബന്ധിച്ചുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള പുസ്തകങ്ങൾ പോലും ഇവിടെ ലഭ്യമാണ്. നമ്മളെ സംബന്ധിച്ച് ക്ലാസ് കഴിഞ്ഞ് നേരെ നമ്മൾ ലൈബ്രറിയിലേക്ക് പോയി പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഏതായാലും ലൈബ്രറിയുടെ മാനേജ്മെന്റിലേക്ക്, ലൈബ്രറിയെ മൊത്തത്തിലായി കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് ഒരാളെ ആവശ്യമായിരുന്നു. അതിന്റെ നേതൃത്വത്തിലേക്ക് ഒരാളെ ലൈബ്രറി സൈലൻസ് പ്ലീസ് എന്നുള്ള ഒരു നോട്ടീസ് അടിക്കുന്നത് നമുക്ക് കണ്ടത് കാണാം. ഷഫ്ന, ആർ യു എക്സൈറ്റഡ്? ഓഫ് കോഴ്സ് ഐ ആം എക്സൈറ്റഡ്. ലൈബ്രറി കോർഡിനേറ്റർ നമ്മുടെ ഈ വർഷത്തെ മുഴുവൻ ലൈബ്രറിയുടെ മുഴുവൻ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമുക്ക് +1 നിന്ന് ഷിത മത്സരിച്ചിട്ടുണ്ടായിരുന്നു, +2 നിന്ന് ഫാത്തിമ ഫമീല മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പ്രചാരണ വേളയിൽ ഫമീല നമ്മൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫമീല പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഠിക്കൂ, ജീവിതം സന്തോഷമാകും. ഫമീല പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ലൈബ്രറി അതിന്റെ ഏറ്റവും ഭംഗിയായി നിർത്തിക്കും. ഇനിയും ലൈബ്രറിയിൽ ഏതെങ്കിലും ഒരു പുസ്തകം കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിക്കുന്നതായിരിക്കും. ഏത് രാത്രിയായാലും പകലായാലും അത് എത്തിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഫമീല നൽകിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വാക്കാണ് കൊടുത്തത്. റിപ്പീറ്റേഴ്സിന്റെ ഒരു വില അവള് വീഴുമോ അതോ വാഴുമോ കൊടുക്കുമോ എന്താ? അതേസമയം ഷിതയും ഒട്ടും പിന്നിലല്ലായിരുന്നു. ഷിതയുടെ പ്രചാരണ രീതിയും വളരെ അഭിനന്ദനാർഹമായിരുന്നു. ഷിതയുടെ ഒരു സൗമ്യമായുള്ള ഇടപെടൽ കാരണം പോലും പല ആളുകളും ഷിതയാണ് ഷിതക്കാണ് വോട്ട് എന്ന രീതിയിലൊക്കെ ഇവിടെ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ലൈബ്രറിയുടെ കോർഡിനേറ്റർ വരെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഷിത മാത്രമേ വായു എന്ന് ചിലർ പറഞ്ഞപ്പോൾ, എന്നാൽ ഫമീല മാത്രമേ വായു എന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരാണ് ഈ വിധി തീരുമാനിക്കുന്നത്. പ്രേക്ഷകരുടെ ഏകദേശം 100% കൗണ്ടിങ് നടന്നിരിക്കുകയാണ്. ഫൈനൽ സ്റ്റാറ്റസ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മികച്ചൊരു റിസൾട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഷിതയുണ്ട്, ഫമീലയുണ്ട്. ഷിതയുടെ വോട്ടിംഗ് നമ്മൾ നേരത്തെ നോക്കിയപ്പോ 29 ആയിരുന്നു. അതിൽ നിന്ന് മുന്നോട്ട് വന്ന് ഇപ്പോൾ 36 വോട്ടിലാണ് ഷിത നിൽക്കുന്നത്. ഫമീലയുടെ വോട്ടിംഗ് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ കൗണ്ടിങ് ഇങ്ങനെ കുറഞ്ഞു കൂടി നിൽക്കുകയാണ്. എന്തുവാണെന്ന് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ഷിതയുടെ ഇപ്പൊ കൺഫേം ആയി 36 വോട്ട്. ഷിതയുടെ വോട്ടുകൾ കൺഫേംഡ് ആയി 36 ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എവിടെ ഒരു 45 വോട്ടിന്റെ ഭൂരിപക്ഷം കാണുന്നുണ്ട്. അതെ വന്നിരിക്കുന്ന ലൈബ്രറി കോർഡിനേറ്റർ ഫാത്തിമ ഫമീല. 81 വോട്ടാണ് ഇവിടെ ഫാത്തിമ ഫമീല. 45 വോട്ടിന്റെ ഭൂരിപക്ഷം. അമ്മാനമാടും NCERT ഇനി അവരുടെ കയ്യിൽ അമ്മാനമാടും. നമുക്ക് കണ്ടറിഞ്ഞു പ്രേക്ഷകരുടെ അവസാനം വന്നു. ഫമീല അത് കൊണ്ടുപോയി. അതെ 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലൈബ്രറി കോർഡിനേറ്റർ ഓഫ് ഷെയ്ഖ 2024 ഫാത്തിമ ഫമീല +2 81 വോട്ടിന്റെ ഷിത 36 വോട്ട്. നല്ല ഒരു മത്സരാർത്ഥിയായിരുന്നു. നല്ല ഒരു കാൻഡിഡേറ്റ്. രണ്ടുപേരും നല്ല രീതിയിൽ മത്സരിച്ചു. ഫമീലയ്ക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ജൂലൈ 8 അവർക്ക് റിസൾട്ട് അന്ന് തന്നെ അറിയാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ നമുക്കിനി അത് കൂടുതൽ വിശദീകരിക്കുന്നതിലുപരി അടുത്ത പോസ്റ്റുകളിലേക്ക് കടക്കാം. ഇപ്പോൾ ഇതാണ് ഇവന്റ് കോർഡിനേറ്റർ, ലൈബ്രറി കോർഡിനേറ്റർ, ഡിസിപ്ലിനറി ക്യാപ്റ്റൻ, സ്റ്റുഡന്റ് എഡിറ്റർ എഡിറ്റർ മലയാളം 6 പോസ്റ്റുകൾ നമ്മൾ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോഴും പ്രേക്ഷകർ ഉച്ചയ്ക്ക് നോക്കിയ 3 പോസ്റ്റുകൾ ബാക്കി നിൽക്കുകയാണ്. ജനറൽ കൺവീനർ, ഹെഡ് ഗേൾ, ചെയർപേഴ്സൺ 3 സ്ഥാനങ്ങൾ. ഈ ഒരു പോസ്റ്റിലേക്കായിരുന്നു ആളുകളുടെ മൊത്തം
ശ്രദ്ധ എന്ന് പറയുന്നത്. കാരണം ഇതിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും കരുത്തുറ്റവരായിരുന്നു. ഓരോ സ്ഥാനാർത്ഥികളും താങ്കളുടെ വ്യക്തിപ്രവാഹം കൊണ്ട് മുന്നിട്ട് നിന്നിരുന്നു. പിന്നെ ആര് വായും ആര് വീഴുമെന്ന് വളരെയധികം നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു 3 പോസ്റ്റുകളായിരുന്നു ഈ 3. അപ്പോൾ ഇനി ഹവീല പുസ്തകങ്ങളുടെ റാജ്ഞി എന്ന് നമുക്ക് പറയാം. അവൾ ഇനി പുസ്തകത്തില് നല്ല ലൈബ്രറി ഡിസിപ്ലിനായും ലൈബ്രറിയിലെ അച്ചടക്കമായും അവൾ പാലിക്കുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താം അല്ലെ? അതെ. അപ്പൊ നമുക്കിനി അടുത്ത പോസ്റ്റുകളിലേക്ക് പോകാം. ജനറൽ കൺവീനർ ആണ് നമുക്ക് അടുത്ത പോസ്റ്റ് ആയിട്ടുള്ളത്. ജനറൽ കൺവീനർ ആണ്. ഈ ഷെയ്ഖയെ സംബന്ധിച്ച് ഷെയ്ഖയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു പോസ്റ്റ് 4 പേർ മത്സരിക്കുകയാണ്. 4 പേർ ശക്തരാണ്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്. ശക്തരായ 4 പേരാണ് ജനറൽ കൺവീനറിൽ മത്സരിച്ചത്. കാൻഡിഡേറ്റ്സ് മത്സരിച്ച ഒരു ഇതായിരുന്നു ജനറൽ കൺവീനർ. അത്രയ്ക്കും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റ് ആണ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ജനറൽ കൺവീനർ എന്ന് പറയുന്നത്. അതിലെല്ലാവർക്കും കയറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ കേരള മത്സരിച്ചു. ഇനി അവസാനത്തെ ഫൈനൽ സ്റ്റാറ്റസിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താകും സ്വപ്ന? ഈ 4 പേരെ പറ്റി പറയുകയാണെങ്കിലും 4 പേരും മികച്ച വ്യക്തിപ്രവാഹവും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. മികച്ച രീതിയിൽ കുട്ടികളെ പോയി കണ്ടു. ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവരുടെ മകന്റെ അനുയായികളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫാത്തിമ ഷാർബാൻ 4 പേര് അതിൽ തന്നെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പിന്നെ ഷെയ്ഖ വോട്ട് നേടി മുന്നിട്ട് വന്നിരുന്നു. ഫെമിന വന്നിട്ടുണ്ടായിരുന്നു, ഷാർബാൻ വന്നിട്ടുണ്ടായിരുന്നു. 4 പേരും മാറി മാറി കളിക്കുകയായിരുന്നു. വോട്ടിംഗ് നിലവാരം പൂർണ്ണമായിരിക്കുകയാണ്. ഹഫ്സ 4 വോട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഇനി ബാക്കി 3 കാൻഡിഡേറ്റിന്റെ റിസൾട്ട് കൂടി അറിയാനുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണം നടന്നു ഫെമിന ജയിക്കും, ഫെമിന മാത്രമേ ജയിക്കും എന്നുള്ള രീതിയിൽ. ഫെമിനയുടെ കൗണ്ടിങ്ങും പൂർണ്ണമായിരിക്കുകയാണ്. ഫെമിനയുടെ വോട്ടിംഗ് നില ഇപ്പോൾ 10 നിൽക്കുകയാണ്. ഇനി നമ്മുടെ പറയാനുള്ളത് ഷഹർബാനും രീതിയാണ് ഫെമിന ഇപ്പോൾ. അതെ. ഇനി നമുക്ക് പറയാനുള്ളത് ഷെയ്ഖയും ഷഹർബാനുമാണ്. വളരെ ഏറ്റവും കൂടുതൽ പോരാട്ട വീര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഷെയ്ഖയിലും ഷഹർബാനിലായിരുന്നു. അവരെ സംബന്ധിച്ച് പല സാഹചര്യങ്ങളിലും ഷെയ്ഖ് മാത്രമേ വിജയിക്കൂ എന്നുള്ള രീതിയിലായിരുന്നു ഷെയ്ഖയിൽ വാഴുമെന്ന്. ജനറൽ കൺവീനർ ഓഫ് ഷഹർബാനാണോ ഷെയ്ഖയാണോ കൂടുതൽ ഭൂരിപക്ഷത്തോട് ജയിച്ച ഒരു ഇതാണ് ജനറൽ കൺവീനർ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഷെയ്ഖയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാലും എല്ലായിടത്തും ജനറൽ കൺവീനർ എത്തുമെന്നാണ് ഷഹർബാൻ നൽകിയ വാഗ്ദാനം. അതുപോലെ തന്നെ നേതാവ് നാളെ രാജാവ് എന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു ഷെഹർബാന്റേത്. നമുക്ക് കണ്ടെത്തി കാണാം എങ്ങനെയാണ് വോട്ടിംഗ് നിലവാരം. ഇതേ സമയത്ത് ഷെയ്ഖത്തിന് സ്വന്തമായി ഷെയ്ഖയിലും ഷെയ്ഖ എന്ന ഒരു വാക്കോട് കൂടെയാണ് നമ്മുടെ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയായ ഷെയ്ഖ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഷഹർബാനും ഷെയ്ഖയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഒരു 100% കൗണ്ടിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനൽ സ്റ്റാറ്റസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷഹർബാൻ വാഴുമോ ഷെയ്ഖ വാഴുമോ? ഷെയ്ഖിന് ഷെയ്ഖയാണോ അതോ ഷെയ്ഖിന് ഷഹർബാനാണോ അറിയില്ല. നമ്മള് എന്താ പറയാ, നമുക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള നെഞ്ചെടുപ്പ് കൂടി വരികയാണ്. നോക്കൂ നിഹാന നോക്കൂ, ജനറൽ കൺവീനർ വന്നുകൊണ്ടിരിക്കുകയാണ്. 100% വോട്ടിംഗ് നിലവാരം കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപിക്കാം ജനറൽ കൺവീനർ ഓഫ് ദി ഇയർ ഫാത്തിമ ഷഹർബാൻ. 82 വോട്ടോട് കൂടി ഫാത്തിമ ഷഹർബാൻ. 21 വോട്ടോട് കൂടി ഷെയ്ഖ് പിറകിലുണ്ട്. 63 വോട്ടിന്റെ ലീഡാണ് ഷഹർബാൻ. ഒരു അട്ടിമറി വിജയം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവസാന നിമിഷം വരെ ഷെയ്ഖ് വിജയിക്കുമെന്ന് ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പൊ ഭയങ്കര ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഷഹർബാൻ മുന്നേറിയിരിക്കുന്നത്. 82 വോട്ടിന്റെ ഭൂരിപക്ഷം, 82 വോട്ടോടുകൂടി 63 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ ഷഹർബാനെ കാത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഷഹർബാന്റെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അവള് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് എല്ലായിടത്തും വോട്ട് ചോദിച്ചു. നല്ല കോൺഫിഡൻസ് ലെവലായിരുന്നു. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അവള് എത്രയും പേര് നിൽക്കുന്ന പോസ്റ്റിലായാലും അത്രയും കോൺഫിഡൻസോടുകൂടിയായിരുന്നു. അതെ, നമ്മുടെ ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ഷഹർബാനെ ചെന്ന് നമ്മൾ കണ്ടു ചോദിച്ചു, ഷഹർബാൻ എന്ത് ധൈര്യത്തിലാണ് തങ്ങൾ ഇത്രയും പേര് നിൽക്കുന്ന ഒരു പോസ്റ്റിലേക്ക് നിൽക്കുന്നത്? അന്ന് ഷഹർബാൻ പറയാനുണ്ടായിരുന്നത്, മറ്റുള്ളവർ എത്ര പേര് മറ്റുള്ളവരെ എനിക്കെതിരെ 1000 പേര് നിന്നാലും ഞാൻ മാത്രമേ വിജയിക്കുമുള്ള എന്റെ ആത്മവിശ്വാസമാണ് എന്നെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് കൺവീനർ ഹൗസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഫാത്തിമ ഷഹർബാൻ. അപ്പൊ നമുക്ക്
വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 പോസ്റ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ലീഡ് ഫോർ ഷേഖ 2024 റിസൾട്ട് ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 പോസ്റ്റുകൾ +1 +2 മത്സരിച്ച ഒരു ഇതിൽ ഇത് +2 പോരാട്ടമാണ്. അതെ അതെ, ഇത്രയും നേരം നമുക്ക് കാണാൻ കഴിയുന്നത് +1 വിദ്യാർത്ഥികൾ +2 വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ +2 തന്നെ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ആ 2 പോസ്റ്റുകളാണ് എന്താവും നമുക്കൊരു പിടുത്തമില്ല. പുസ്തകമൊക്കെ നല്ല കൺപൊളിയൊക്കെ കാണുകയാണ് എന്താണ് അവസ്ഥയെന്ന്. നമുക്ക് റിസൾട്ട് പ്രഖ്യാപന രീതിയോ അതിലെ വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷഭരിതരായി ഏറ്റവും ഉജ്ജ്വലമായി സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ റിസൾട്ടിനെ വരവേൽക്കുന്നത് എന്ന് കാണുന്നതിൽ സന്തോഷം. അടുത്തതായി നമുക്ക് പറയാൻ ബാക്കിയുള്ള 2 പോസ്റ്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമാണ് ഏത് പ്രഖ്യാപിക്കണം? ഞാൻ ഏത് പ്രഖ്യാപിക്കണം? ഷെയർ തന്നെ പ്രഖ്യാപിക്കാം. അതെ അതെ അതെ, ഷെയ്ക്കയിലെ ഷെയറിലേക്ക് ആയിരിക്കും ചെയർപേഴ്സൺ. ഇനി ആരാകും? അതെ, നമുക്ക് ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികളാരാണ്? ഫിദാസിയാണ് ചെയർപേഴ്സൺ ആയിട്ട് നിന്നത്. അവർ രണ്ടുപേരും നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ക്ലാസ്സിൽ തന്നെ ആയാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചോദിച്ച് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതെ അതെ, പരസ്പരം നല്ല ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് അവർ കാഴ്ചവെച്ചിരുന്നത്. കോൺഫിഡൻസ് പലപ്പോഴും ആർക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു അവരുടെ ഒരു പ്രചാരണ രീതി പോലും. ഫിദാസിയും റിഷാനയുമാണ് നമുക്കിവിടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. ഇപ്പൊ വോട്ടിംഗ് നിലവാരം എന്താണ്? 100% കൗണ്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഫൈനൽ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ്. റിഷാന വിജയിക്കുമോ? റിഷാനയ്ക്ക് ഒരു അട്ടിമറി വിജയം ഉണ്ടാവുമോ? ഇന്ന് ഇവിടെ ഇല്ല, ലീവാണ്. റിഷാന ഇന്ന് ലൈവ് കാണുന്നുണ്ടാവും. റിഷാന, നിങ്ങൾ ആകാംക്ഷഭരിതമായി കാത്തിരിക്കുകയാണോ? ഫിദാസിയും അതേപോലെ നമ്മളിവിടെ ചേർന്നിട്ടുണ്ട്. ഫിദാസിയായാലും റിഷാനയായാലും നേരത്തെ വിജയത്തെ കുറിച്ച് പറയുമ്പോ റിസൾട്ട് ഫൈനലായിട്ടുണ്ട് നിഹാല. ഫൈനൽ. സോ നമുക്ക് റിഷാനയ്ക്ക് ചെറിയൊരു മുന്നേറ്റം കാണാൻ കഴിയുന്നുണ്ട്. ഫിദാസി താഴോട്ട് വരികയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും റിസൾട്ട് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൗണ്ടിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 100% നമ്മൾ കൗണ്ട് ചെയ്തിരിക്കുന്നു. ഫൈനൽ സ്റ്റാറ്റസ് അപ്പൊ നമുക്ക് പുറപ്പെട്ടു. ചെയർപേഴ്സൺ ഓഫ് ഷേഖ 2024 പക്ഷേ ഇതിവിടെ ഭൂരിപക്ഷ നില എത്രയാണ്? നമുക്ക് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഭൂരിപക്ഷ നിലയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പോസ്റ്റുകളെക്കാട്ടി കണ്ണു തള്ളിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 99 വോട്ടിന്റെ ഭൂരിപക്ഷം. ഒരു പക്ഷേ ഷേഖയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു വിദ്യാർത്ഥി കൂടുതൽ ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തമായി കിട്ടിയ വോട്ടുകൾക്ക് കടന്നു വച്ചിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് ഇവിടെ. ഭൂരിപക്ഷം മാത്രം കിട്ടിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂരിപക്ഷം 99 വോട്ടാണ്. അതെ, നമുക്ക് പ്രഖ്യാപിക്കാം. ചെയർപേഴ്സൺ ഓഫ് ദി ഇയർ 2024 for the ഷേഖ it is ഫിദാസി. 108 വോട്ട്. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ഫിദാസിയാണ്. വാഗ്ദാനം അനുസരിച്ച് that was right. Vote is gaining എന്നായിരുന്നു അവരുടെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും കിട്ടിയിരിക്കുന്നത് ഫിദാസിക്കാണ്. ഫിദാസിയുടെ എംബ്ലം തന്നെ എന്ന് പറഞ്ഞത് നമ്മള് കൺ തുറന്ന് കാണിപ്പിക്കുന്ന ഒരു എംബ്ലമാണ്. കാര്യം ചെയർ, ഇനി ഞാൻ ഷേഖയിലെ ചെയർ ഞാൻ ഒന്നിരിക്കും എന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു ഫിദാസിയുടേത്. അതേപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കോൺഫിഡൻസ് റിഷാനയ്ക്കായിരുന്നു. റിഷാനെ ഫിദാസി ഒരേ പോലെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ അവിടെ നിന്നു. നല്ല വോട്ടോടുകൂടി ഫിദാസി മുന്നിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ റിഷാനയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങള്. അപ്പൊ നമ്മള് ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരേ ഒരു പോസ്റ്റ് മാത്രം. 9 പോസ്റ്റുകളിലേക്ക് നടന്ന ഇലക്ഷൻ ഷേഖയിലെ ലീഡ് പോൾ 2024 9 പോസ്റ്റുകളിലേക്ക് നടന്നു. അതിൽ 8 പോസ്റ്റുകളുടെയും റിസൾട്ട് പുറത്തായിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് പോസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോസ്റ്റ്. ഏറ്റവും ആളുകൾ എന്താ പറയാ ആകാംക്ഷകളെ നോക്കിയത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോസ്റ്റ് ആണിത്. അതാണ് ഹെഡ് ഗേൾ പോസ്റ്റ്.
ഹെഡ് ഗേൾ പോസ്റ്റിൽ നമുക്കിപ്പോ 2 പേരായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. കാസർഗോഡും ഫാത്തിമ ബത്തൂറായിരുന്നു. 2 പേരും അതും +2 പോരാട്ടം. അതായിരുന്നു ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. +2 പോരാട്ടമാകുമ്പോൾ തന്നെ ആരോട് കൂടെ നിൽക്കും, ആര് വിജയിക്കും, ഇവർ തമ്മിൽ എന്താണ് ഇവരുടെ ഒരു പരസ്പരമുള്ള ഒരു ധാരണയാണോ എന്താ ഒന്നും അറിയില്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഫിദ കാസർഗോഡ്, ഫാത്തിമ ബത്തൂർ 2 പേരും ഒരേപോലെ നിൽക്കുമായിരുന്നു. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് 2 പേരും. എന്നാലും 2 പേരും വിട്ടുകൊടുത്തില്ല. 2 പേരും വോട്ട് ഇഞ്ചോടിഞ്ച് ചോദിക്കുകയായിരുന്നു. ആര് ജയിക്കും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അവരവരുടെ കാര്യം അവരവർ നോക്കി വോട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അവസാനം ലീഡിങ് എന്താണെന്ന് നോക്കാം. അതെ നമ്മുടെ ഷെയ്ഖിനെ സംബന്ധിച്ച് നമ്മുടെ പെൺകുട്ടികൾ തരുണീമണികൾ മാത്രം പഠിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ പെൺപുലിയായി പെൺകുട്ടികൾക്ക് നേതൃത്വം വഹിക്കാനായി എംപവർമെന്റ് എന്താണെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷെയ്ഖ മുന്നിട്ടെടുത്തിരിക്കുന്നത്. ഷെയ്ഖ ദ ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ആരാണ് ഇനി ഹെഡ് ഗേൾ, ആരാണ് അവിടെ നിൽക്കുന്ന പിന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് നേതൃത്വം വഹിക്കാനായി ആര് വരുമെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. അവിടെയാണ് നമുക്ക് ഹെഡ് ഗേൾ എന്നൊരു പോസ്റ്റിന്റെ തന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഇതാണ് ഹെഡ് ഗേൾ പോസ്റ്റ് 100%. അതിനെ അട്ടിമറിച്ചുകൊണ്ടതാണ് കേസരി വരുന്നു. കേസരി ഫൈനൽ റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹെഡ് ഗേൾ 98 വോട്ട് കിട്ടിക്കൊണ്ട് ഫിദ കാസർഗോഡ് ലീഡ് ചെയ്തിരിക്കുന്നു. 39 വോട്ടുണ്ടായിരുന്നു. വോട്ടുകാർക്ക് ലീഡിനായിരുന്നു. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാര്യം 78 വോട്ട് ഫിദ കാസർഗോഡിന്, 39 വോട്ട് നമ്മുടെ ഫാത്തിമ ബത്തൂരിനും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഹെഡ് ഗേൾ ഈ വർഷം ഷെയ്ഖയുടെ ഹെഡ് ഗേളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫിദ കാസർഗോഡിന് അഭിനന്ദനങ്ങൾ, ഫാത്തിമ ബത്തൂർ അഭിനന്ദനങ്ങൾ. 2 പേർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 9 റിസൾട്ട് വന്നിരിക്കുന്നു. വിദ്യാർത്ഥികളെ നിങ്ങൾ തിരഞ്ഞെടുത്തു നിങ്ങളുടെ സാരഥികളെ. നിങ്ങൾ തന്നെ വിധി പ്രഖ്യാപിച്ചപരമായി ഏറ്റവും ജനാധിപത്യമായി നടന്ന ഒരു ഇലക്ഷൻ. വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നു. നമുക്ക് തുടക്കം മുതൽ ഓരോന്ന് വിശദീകരിക്കാം. ചെയർപേഴ്സൺ ഓഫ് ദ ഇയർ ഹെഡ് ഗേളായി തിരഞ്ഞെടുക്കുന്നത് ഫിദ കാസർഗോഡ്. ജനറൽ കൺവീനർ ഫാത്തിമ ഷഹർദാൻ. ഇവന്റ് കോർഡിനേറ്റർ റിസ ചാലിൻ. ലൈബ്രറി കോർഡിനേറ്റർ ഫാത്തിമ ഫമീല. ഡിസിപ്ലിനറി ക്യാപ്റ്റൻ ഫാത്തിമ സഫ്വ. സ്പോർട്സ് ക്യാപ്റ്റൻ റെയ്ഹാനത്ത്. സ്റ്റുഡന്റ് എഡിറ്റർ ഇംഗ്ലീഷ് ഹൗലത്ത് ബാബു. സ്റ്റുഡന്റ് എഡിറ്റർ മലയാളം നിയ ഫാത്തിമ. 9 പോസ്റ്റിലും +1+2 തമ്മിൽ നടന്ന പോരാട്ടത്തിൽ 9 പോസ്റ്റിലും +2 തങ്ങളുടെ ഭൂരിപക്ഷവും വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കോൺഫിഡൻസ് ലെവലേറെ 2 മത്സരാർത്ഥികൾ +1 ആയാലും +2 ആയാലും 2 പേരും മത്സരിച്ചു. അതാണ് ഏറ്റവും വലിയ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഒരു മത്സരത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ? അതെ, ഉറപ്പായും. നമ്മുടെ ഷെയ്ഖയെ സംബന്ധിച്ച് ജനാധിപത്യ രീതിയിൽ നമ്മള് വോട്ടിംഗ് എടുത്തു. അതിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ വിജയികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മളെ ലാസ്റ്റ് ഇലക്ഷൻ ലീഡ് പോൾ 2K24 റിസൾട്ട് പ്രഖ്യാപിച്ചു 10th ജൂലൈയിലായിരുന്നു. ഇപ്പൊ അവസാന നിമിഷം വരെ കാത്തിരുന്ന് ഞങ്ങളെ കണ്ട പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് 2024 ലീഡ് പോൾ ഷെയ്ഖ ന്യൂസിൽ നിന്നും വിട. ഗുഡ് ബൈ. ഞാൻ നിഹാല അനീസ് +2 വിദ്യാർത്ഥി ഷെയ്ഖയുടെ ഷപ്ന ഫ്രം ദ നീറ്റ് റിപ്പീറ്റേഴ്സ്. താങ്ക് യു.